ഒരു ബൈസെപ്സ് ചെറുത് മറ്റത് വലുത് ജിമ്മിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന സംശയമാണ്. ഇതിന് നമ്മൾ മസിൽ ഇൻബാലൻസ് എന്ന് പറയും. അനാട്ടമിയിലും അതേപോലെ തന്നെ മസിൽ ഷേപ്പിലൊക്കെ നോർമലി വ്യത്യാസങ്ങൾ വരാം. ഡൊമിനന്റ് ഹാൻഡ്, അതായത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ റൈറ്റ് ഹാൻഡിന് മസിലിന്റെ ഷേപ്പിലും സ്ട്രെങ്ത്തിലും വലിപ്പത്തിലൊക്കെ വ്യത്യാസം വരും. മുൻകാലത്ത് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് ഇതിനെ ബാധിക്കും. നമ്മുടെ ലിഫ്റ്റിംഗ് ടെക്നിക്ക് വൺ ആം സപ്പോർട്ട് എന്ന് പറയും. ഉദാഹരണത്തിന് ബാർബൽ കേൾ ബൈസെപ്സിന് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പൊക്കും. അത് ലെഫ്റ്റ് ഹാൻഡ് വീക്ക് ആണെങ്കിൽ കൂടിയിട്ട് റൈറ്റ് ഹാൻഡിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മളത് പൊക്കുന്നത്. അപ്പോൾ ഇനി ഇത് എങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് യൂണിലാറ്ററൽ എക്സസൈസ്, അതായത് നമ്മുടെ ഒരു കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന എക്സസൈസ്. ഒരു സമയത്ത് ബൈസെപ്സിന് ഓൾട്ടർനേറ്റീവ് ഡംബൽ കേള്, കോൺസെൻട്രേഷൻ കേള്, വൺ ആം പ്രീച്ചർ കേള്, വൺ ആം കേബിൾ കേള്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഹാൻഡിനെ മറ്റേ ഹാൻഡിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഹാൻഡ് ഏതാണോ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഡംബൽ കേൾ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ആണ് വീക്ക് എങ്കിൽ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ 8 റെപ്പ് ലെഫ്റ്റിന് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റിനും 8 റെപ്സ് തന്നെ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു 2-3 മാസം ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ വർക്കൗട്ടിന്റെ ഫോമിലായാലും ലിഫ്റ്റിംഗ് ടെക്നിക്കിലായാലും അതേപോലെ റെപ്സ് ടെമ്പോ ആയാലും ഒരേപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം, മസിൽസിന്റെ ഷേപ്പിലും വലിപ്പത്തിലും സ്ട്രെങ്ത്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. 100% ആർക്കും കറക്റ്റ് ആവില്ല. ഈവൻ മിസ്റ്റർ ഒളിമ്പ്യ ആയ ആൾക്കാർക്ക് പോലും അത്ര 100% കറക്റ്റ് ആവില്ല. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇതേപോലെ കൂടുതലായിട്ട് മസിൽ ഇൻബാലൻസ് ഉള്ള കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ഇത് സേവ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള ടിപ്സിനായിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ദിസ് ഈസ് ദ സിറ്റ്. താങ്ക് യു ചക്കാസ്.